അനുഗ്രഹീത വചനപ്രഘോഷകൻ ബ്രദർ സാജൻ നെല്ലിമലമറ്റം നിത്യസമ്മാനത്തിനായി യാത്രയായി. 52 വയസ്സായിരുന്നു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കെയാണ് മരണം. സെന്റ് ജോർജ് ചർച്ച് ജോയോ വയലിൽ ഓഗസ്റ്റ് 30 മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെടും. അനുഗ്രഹീത വചനപ്രഘോഷകൻ ബ്രദർ സാജൻ നെല്ലിമലമറ്റം നിത്യസമ്മാനത്തിനായി യാത്രയായി. 52-ാം വയസ്സിൽ തന്റെ ഓട്ടം പൂർത്തിയാക്കി ബ്രദർ സാജൻ നിത്യതയിലേക്ക് യാത്രയാകുമ്പോൾ ഭൂമിയിൽ അനേകം ആത്മാക്കളിലേക്ക് കർത്താവിന്റെ വചനം എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സാജൻ നെല്ലിമലമറ്റം സുവിശേഷ പ്രഘോഷകൻ ബ്രദർ സാജൻ നെല്ലിമലമറ്റമായ ജീവിത വഴികൾ ഒട്ടും എളുപ്പമായിരുന്നില്ല. നിരീശ്വരവാദിയിൽ നിന്നും കർത്താവിന്റെ തീഷ്ണമതിയായ സുവിശേഷ പ്രഘോഷകനിലേക്കുള്ള യാത്ര, അതായിരുന്നു ബ്രദർ സാജൻ നെല്ലിമലമറ്റം. സാവോളിനെ കുതിരപ്പുറത്തു നിന്നും മറിച്ചിട്ട കർത്താവിന്റെ സ്വരം, അത്തരമൊരു വിളി ബ്രദർ സാജന്റെ ജീവിതത്തെയും മാറ്റിമറിച്ചു. ആരെനിക്കായി പോകും? ആ സ്വരം കേട്ട നിമിഷം തന്റെ വിളി തിരിച്ചറിഞ്ഞ ബ്രദർ സാജന്റെ ജീവിതം ഒരത്ഭുത സാക്ഷ്യമായി മാറുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ആനിക്കാട്ട് നെല്ലിമലമറ്റം കുടുംബത്തിൽ MD മാത്യു, ത്രേസ്യാമ്മ മാത്യു ദമ്പതികളുടെ മകനായി ജനിച്ച സാജൻ കത്തോലിക്ക പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച വിശ്വാസികളായ മാതാപിതാക്കളുടെ മകനായി വളർന്ന സാജൻ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി ജീവിച്ചതും തന്റെ 20-ാം വയസ്സിൽ ക്രിസ്തുവിൽ പുതു സൃഷ്ടിയായി മാറിയതും 4 വർഷങ്ങൾക്ക് മുമ്പ് ഷിക്കന ടെലിവിഷൻ പരിപാടിയായിരുന്ന തീപിടിച്ചവരിൽ ബ്രദർ സാജൻ നെല്ലിമലമറ്റം പങ്കുവച്ചിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായ കാലഘട്ടത്തിൽ നേരിട്ട പ്രതിസന്ധികളിൽ ഒളിച്ചോട്ടമെന്നോണം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെത്തിയ സാജൻ തന്റെ മുൻപിൽ നടന്ന അത്ഭുത സാക്ഷ്യത്തെ തുടർന്നാണ് വലിയ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചത്. ഇരു കാലുകളും തളർന്ന ഒരു കുട്ടി സ്വന്തമായി എഴുന്നേറ്റ് നിന്ന കാഴ്ച സാജൻ കണ്ട അത്ഭുത സാക്ഷ്യം. പിന്നീട് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ സജീവ അംഗമായും 25-ാം വയസ്സിൽ കരിസ്മാറ്റിക് വചന ശുശ്രൂഷ രംഗത്തും ബ്രദർ സാജൻ നെല്ലിമലമറ്റം ക്രിസ്തുവിന്റെ സജീവ സാക്ഷിയായി. കാഞ്ഞിരപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല സാജൻ എന്ന സുവിശേഷ പ്രഘോഷകന്റെ പ്രവർത്തനങ്ങൾ. സ്വദേശത്തും വിദേശത്തും അദ്ദേഹം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പരിമളമായി. വൃക്കരോഗത്തിന്റെ ഗുരുതരാവസ്ഥയിലും ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം ആവശ്യപ്പെട്ടപ്പോഴും ബ്രദർ സാജൻ രോഗാവസ്ഥയിലും കർത്താവിന്റെ വചനം പങ്കുവച്ചു. ഒടുവിൽ കലശലായ വൃക്കരോഗത്തെ തുടർന്ന് 2025 ഓഗസ്റ്റ് 29 തന്റെ 52-ാം വയസ്സിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് അദ്ദേഹം യാത്രയായി. പാലാരൂപതയിലെ സെന്റ് ജോർജ് ചർച്ച് ജയോവാലിയിലാണ് ഓഗസ്റ്റ് 30 മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത്. ബ്രദർ സാജന്റെ സഹോദരി സിസ്റ്റർ അനന്യ CMC സമർപ്പിതയാണ്. ഭാര്യയും 4 മക്കളും അടങ്ങുന്നതാണ് സാജന്റെ കുടുംബം.